ഹായ് ഫ്രണ്ട്സ്, വീഡിയോയുടെ തുടക്കം ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ട് ആരംഭിക്കുകയാണ്. തുടർന്ന് ഒരു സംശയ നിവാരണവും അതിനുശേഷം ചില മൃഗങ്ങളുടെ ഇംഗ്ലീഷ് പദങ്ങളും. കഴിഞ്ഞ വീഡിയോയിൽ കാട്ടുപോത്ത് ബൈസൺ എന്ന് കൊടുത്തതിന് ദുബായിൽ നിന്നും അനിയം ജോസഫ് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്രകാരം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കാടുകളിൽ കാണുന്ന കറുത്ത ബ്രൗൺ നിറവും കാൽപാദങ്ങൾ വെളുത്ത നിറമുള്ളതുമായ ഇനം കാട്ടുപോത്തുകൾ വൈൽഡ് ഗോർ എന്നറിയപ്പെടുന്നു. വലിയ ശരീരവും അർദ്ധചന്ദ്രാകൃതിയിലുള്ള കൊമ്പുകളും ഇതിൻ്റെ പ്രത്യേകതയാണ്. ദ ഗോർ ഈസ് ഓൾസോ നോൺ ആസ് ദി ഇന്ത്യൻ ബൈസൺ. ഗോർ എന്ന ഇതേ ശബ്ദത്തിൽ മറ്റൊരു ഗോറുണ്ട്, GORE. അതിൻ്റെ അർത്ഥം കുന്തം കൊണ്ട് കുത്തുക, കൊമ്പുകൊണ്ട് കുത്തുക, മുറിവേൽപ്പിക്കുക എന്നൊക്കെ. അടുത്ത ഇനം അമേരിക്കയിൽ കണ്ടുവരുന്ന പൊതുവെ ബൈസൺ എന്നറിയപ്പെടുന്നതാണ്. തലയിലും താടിയിലും മുടിയും ഇടുങ്ങിയ പിൻഭാഗവുമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അടുത്തത് ഞഞ്ഞാപിഞ്ഞ എന്ന വീഡിയോ കണ്ടിട്ട് കോട്ടയത്ത് നിന്ന് ബോബി ചെറിയാൻ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അതിതാണ്: ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തരുത്, ഇതിൻ്റെ ഇംഗ്ലീഷ് പദം പറയുക. അത് ഇപ്രകാരമാകാം: ഡോണ്ട് മേക്ക് ഫേസസ് വെൻ യു ആർ സ്പീച്ച്ലെസ്. ഇനിയും ചില ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം മൃഗങ്ങളുടെ. കാട്ട് കുഴിമണ്ഡലി, മലബാർ പിറ്റ് വൈപ്പർ, കുതിരക്കുളമ്പൻ കുഴിമണ്ഡലി, ഹോസ് ഷൂ പിറ്റ് വൈപ്പർ, മുഴമൂക്കൻ കുഴിമണ്ഡലി, ഹം നോസ്ഡ് പിറ്റ് വൈപ്പർ, ചോല കുഴിമണ്ഡലി, ലാർജ് സ്കെയിൽഡ് പിറ്റ് വൈപ്പർ, മുളമണ്ഡലി, ബാംബു പിറ്റ് വൈപ്പർ. മുകളിൽ പറഞ്ഞവ 5 ഇനം പാമ്പുകളാണ്. അടുത്തത് കുഴിമുയൽ, റോക്ക് ബാജർ, കുതിരക്കുട്ടി, കഴുതക്കുട്ടി അല്ലെങ്കിൽ ഒട്ടകക്കുട്ടി. ഇവയ്ക്കെല്ലാം കോൾട്ട് എന്ന് പറയാം, COLT. കുരുവി, മാർട്ടിൻ, MARTIN. വീട്ടുകുരുവി, ഹൗസ് മാർട്ടിൻ. ഊർക്കുരുവി അല്ലെങ്കിൽ കുരുവി, പൊതുവെ സ്പാരോ. കൊറ്റി, ബസ്റ്റഡ്, BUSTARD അല്ലെങ്കിൽ ക്രെയിൻ, CRANE. കൊക്കുകളുടെ പറ്റം സീജ്. കൊക്ക്, ക്രെയിൻ, CRANE. സ്റ്റോക്ക്, STORK. ഹെറൺ, HERON അല്ലെങ്കിൽ ഇഗ്രറ്റ്, ഒരിനം വെള്ളക്കൊക്കാണിത്. പല പേരുകളിൽ അറിയപ്പെടുന്നത് അതിൻ്റെ ഇനമനുസരിച്ചാണ്. കൊക്കുകൾ വിരിഞ്ഞു വളരുന്ന സ്ഥലം ഹെറൻട്രി, HERONRY. തമ്മിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.